ഈ പെമ്മക്കള് പ്രായം കഴിഞ്ഞാൽ കെട്ടിച്ചയക്കുന്നവരാ തന്തരം തളരെ മനസ്സിൽ തീയായിരിക്കും. അച്ഛാ അതൊക്കെ ആ മക്കള് നേരെ നടന്നെങ്കിൽ തന്തയ്ക്ക് അടി വാങ്ങിച്ചു തരുകയും ചെയ്യും. ഞാനിപ്പോ തന്നെ പോയി, എനിക്കിതൊന്നും കണ്ടോണ്ട് നിൽക്കാൻ വയ്യ. അല്ല അതെ കാര്യം പറയാനുണ്ട്. എന്താ? നാളെ ഞാൻ വരാം, എനിക്ക് മാമി മാമനെ ഒന്ന് കാണണം. വരുന്നതൊക്കെ കൊള്ളാം. ഈ സാധനം ഉണ്ടല്ലോ, ഈ മുഖത്തിരിക്കുന്ന കണ്ണട, ഇത് ഇവിടെ ഞാനും കളഞ്ഞിട്ട് വരണം, അല്ലെങ്കിൽ മാമൻ പിടിച്ച് കണ്ടെത്തിക്കൊണ്ട് നിർത്തും കോലാന്നും പറഞ്ഞു. ഫോണിലൊക്കെ വിളിച്ച് ഭയങ്കര ശല്യപ്പെടുത്തല അച്ഛാ. ഞാൻ തിരിച്ചിഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി ചത്തളയൂന്നൊക്കെയാ പറയണേ. അയ്യ അങ്ങനെ അവനൊന്നും ചാവാൻ പോണില്ല. ഈ പെമ്പിളരെ പറയാൻ ചാവോന്ന് പറയണ പോലെ ഒന്നും ചാവാൻ പോണില്ല. അച്ഛൻ എങ്ങനെ അറിയാ? പിന്നെ അച്ഛൻ എത്ര ചാവണം? കാശൊക്കെ തീർത്താ അതിന് അച്ഛനല്ലോ കൊണ്ടുപോയത്. വിഷയമില്ല. പിന്നെ പരാജയം അച്ഛൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ സംഭവം ഒന്നുമല്ലല്ലോ. അത് BSc ചെയ്തതിന് ചേട്ടൻ എത്ര തവണ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കണു. നിങ്ങൾക്കൊക്കെ എന്റെ പരാജയത്തിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ, എന്റെ വിജയത്തിനെ കുറിച്ചൊന്നും പറയാനില്ലേ? അനിയറിന്റെ അവസരം ഉണ്ടാക്കി തരണ്ടേ? അച്ഛാ, അച്ഛന് ലച്ചുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ലച്ചുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നിന്നെക്കാളുള്ള അഭിപ്രായം Damn, it feels good to be a gangster. A real gangster ass nigga plays his cards right. A real gang. എന്റെ അടുത്ത് പറയാൻ പറ. അവളുടെ അടുത്ത് പറയേണ്ടത് അവളുടെ അടുത്ത് പറഞ്ഞോളാം, നിന്റെ അടുത്ത് പറയേണ്ടത് നിന്റെ അടുത്ത് പറഞ്ഞോളാം. അതാ അവളുടെ അടുത്ത് പറഞ്ഞാൽ എന്റെ അടുത്ത് പറഞ്ഞാൽ ഒന്നല്ലേ? ഒന്നല്ല രണ്ട്. രണ്ടാ? ഓ, അപ്പൂപ്പൻ തന്ന 10 രൂപയ്ക്ക് 2 കോല് മുട്ടായി മേടിച്ച്. അവൻ എന്റെ മുമ്പിൽ വന്നിടുന്ന് ഷൈൻ ചെയ്യണ്ടായി. മക്കളെ വിഷമിക്കണ്ട, അച്ഛന് വർക്കിന്റെ പൈസ ഇട്ടിട്ട്. വർക്കിന്റെ പൈസ എന്നാ അച്ഛൻ കിട്ടാ? ആദ്യം വർക്ക് ഇട്ടിട്ട് പിന്നല്ലേ പൈസ കിട്ടും. ഇവൻ ഹാർട്ട് ബ്ലോക്ക് മന്ദിച്ചാടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നാ. അതായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഓടിയതാ. അച്ഛാ അച്ഛൻ്റെ മൂഡ് ഇപ്പൊ ശരിയല്ല. ശരിയായിട്ട് ഞാൻ പറയാം, ഉറപ്പായിട്ടും ചിരിക്കും. വേറെ ആര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഉറപ്പായിട്ടും ചിരിക്കും. എനിക്ക് അത്രയ്ക്ക് നിലവാരം ഉള്ളടേ.